എന്തെങ്കിലും ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വന്നില്ലെങ്കിൽ അത് ഞാൻ എന്നോടും ക്ലാസ്സിനോടും ചെയ്യുന്ന ഒരു വലിയ തെറ്റായിട്ട് തോന്നി. സോ ഐ വാസ് പ്രിപ്പയർഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി താങ്ക്ഫുൾ ദാറ്റ് എനിക്ക് ഇത്രയും നല്ലൊരു ക്രൂവിന്റെ കൂടെ ഒരു നല്ല എനർജറ്റിക് ആയ ഒരു ടീമിന്റെ കൂടെ 21 ഡേയ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു വലിയ അതിലൊരു വലിയ താങ്ക് യു ആണ്. ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് ആ കാര്യത്തിൽ. ഞാൻ ഈ ക്ലാസ്സിൽ മുഴുവൻ സാറിനോടൊപ്പം ഞാൻ ഓരോ മെമ്പേഴ്സിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മളെല്ലാവരും ഒരേ ദിശയിലേക്ക് ചിന്തിക്കുന്ന മനുഷ്യരായിരുന്നു. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലായത്. അപ്പം എൻ്റെ 21 ഡേയ്സ് ജേർണി പറയുകയാണെങ്കിൽ ആക്ച്വലി ഈ 21 ഡേയ്സ് എനിക്ക് ഒരു ഭയങ്കര ഒരു റിയലൈസേഷനാണ്. റിയലൈസേഷൻ മീൻസ് ഞാൻ എൻ്റെ കഴിഞ്ഞ ജീവിത വർഷങ്ങളിലെല്ലാം എന്നോട് തന്നെ ചോദിച്ചിരുന്ന കുറേ ചോദ്യങ്ങളുടെ എനിക്ക് ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുടെ ഉത്തരമാണ് സാറിൻ്റെ 21 ഡേയ്സിലെ ക്ലാസ് എനിക്ക് കിട്ടിയത്. അതിൽ ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. ഞാൻ ഓപ്റ്റ് ചെയ്ത ഈ ഒരു പ്ലാറ്റ്ഫോമിനോട് എനിക്ക് ഭയങ്കര താങ്ക്ഫുൾ ആണ്. എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ജേർണി പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഞാനൊരു 3 ഫേസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടി വരും. അതിൽ ഫസ്റ്റ് ഫേസ് എനിക്ക് മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു ഫേസ്. സെക്കൻഡ് അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റേഷൻ എന്തോ ആണെന്ന് കരുതി കുറേ കാര്യങ്ങൾ ചെയ്തത്. തേർഡ് ഫേസ് സാറിൻ്റെ 21 ഡേയ്സിലെ ക്ലാസ്. അപ്പോൾ ഈ 3 ഫേസിലും ഞാൻ പലപ്പോഴും എൻ്റെ ഈ ഒരു സാറിൻ്റെ ക്ലാസ് തുടങ്ങിയ ഫസ്റ്റ് 2 ഡേയ്സിലും ഞാൻ എൻ്റെ ഫസ്റ്റ് ഫേസിനെയും സെക്കൻഡ് ഫേസിനെയും പലപ്പോഴും ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പം അതിനൊക്കെയുള്ളൊരു ആൻസർ ആയിരുന്നു സാറിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് പറയുകയാണെങ്കിൽ 2018 വരെ ഞാനൊരു അൾട്രാ പ്രോ നെഗറ്റീവ് പേഴ്സണാലിറ്റി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നെഗറ്റീവ് പേഴ്സണാലിറ്റി ഇൻ എ സെൻസ് തീരെയും സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത, എന്ത് പറഞ്ഞാലും സെൽഫായിട്ട് ബ്ലെയിം ചെയ്യുന്ന, പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള, മറ്റുള്ളവരെ സാക്രിഫൈസ് ചെയ്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാണ് ജീവിതത്തിൽ വലിയ എയിമെന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ലക്ഷറീസ് ആൻഡ് നല്ല കാര്യങ്ങൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ സംഭവിക്കുള്ളൂ, എന്നെപ്പോലുള്ളവർ എപ്പോഴും സഫർ ചെയ്യേണ്ടതാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ കരിയർ ലൈഫ് എല്ലാം ഇതിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നീട് ഫേസ് 2 എത്തുമ്പോഴും ഞാൻ പലപ്പോഴും ആ ടൈം പീരീഡിനെ ഭയങ്കര ബ്ലെയിം ചെയ്യുമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്, എനിക്ക് നല്ല ഡിസിഷൻ എടുക്കാമായിരുന്നില്ലേ, പലരും പറയാറുണ്ട് ഞാൻ അങ്ങനെയൊക്കെ ബ്ലെയിം ചെയ്യും. പക്ഷെ സാറിൻ്റെ സെക്കൻഡ് ഡേ ക്ലാസ്സിൽ സാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നെഗറ്റീവ് ആയ ആൾക്കാർ അത് അവരുടെ തെറ്റല്ല, ബിക്കോസ് അവരുടെ ബ്രെയിൻ നെഗറ്റീവ് എക്സ്പീരിയൻസിൽ വന്നതുകൊണ്ട് ബ്രെയിൻ റീവെയർ ചെയ്യുകയും തിരിച്ച് നമുക്ക് നെഗറ്റീവായ കാര്യങ്ങളാണ് പ്ലീസ് ചെയ്യിക്കുകയും ചെയ്യുന്നതെന്നുള്ള സാറിൻ്റെ ആ പോയിന്റിൽ വെച്ച് ഞാൻ എന്നെ തന്നെ കാണുന്ന കാഴ്ചപ്പാട് മാറ്റി എന്നുള്ളതാണ് എനിക്ക് ഈ ക്ലാസ്സിൽ ഏറ്റവും വലിയ ഒരു എനിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം. അവിടെ നിന്നാണ് പിന്നീടുള്ള എൻ്റെ എല്ലാ ചേഞ്ചസിനും തുടക്കം. ഒരു പക്ഷേ എനിക്കിത് മനസ്സിലായില്ലെങ്കിൽ ഇന്നും ഈ ക്ലാസ് കഴിഞ്ഞിട്ടും ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്തേനെ. അപ്പോൾ എൻ്റെ സാഹചര്യങ്ങളല്ല, ഞാനല്ല, എനിക്ക് ചുറ്റുപാടും ഉണ്ടായിരുന്നതും ആ നെഗറ്റീവ് ഇമോഷൻസ് നെഗറ്റീവായിട്ടുള്ള അതുമാണ്, ആ റീവെയറിങ് ആയിരുന്നു പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയെടുത്ത് ഞാൻ എന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് എനിക്ക് കിട്ടി. ആൻഡ് സെക്കൻഡ് ഫേസിലോട്ട് കിടക്കുന്നത്, ഞാൻ എല്ലാവർക്കും കിട്ടിയതുപോലെ സീക്രട്ട് എന്ന ബുക്ക് ഒരു 2016 മറ്റോ എൻ്റെ സിസ്റ്റർ എനിക്ക് തരുന്നുണ്ട്, ബിക്കോസ് ഞാനൊരു റീഡ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞാൻ തുറന്നു പോലും ആ ബുക്ക് നോക്കിയിട്ടില്ല 2023 വരെ. അതും എനിക്കിപ്പോൾ കാരണം അറിയാം, ബിക്കോസ് എൻ്റെ പേഴ്സണാലിറ്റി നെഗറ്റീവ് ആയിരുന്നു. ഈ ബുക്ക് കണ്ടാൽ എനിക്ക് വായിക്കാൻ പറ്റില്ല. എപ്പോഴും ഞാൻ തുറന്നിട്ടുണ്ട് പക്ഷെ വായിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2023 എനിക്കൊരു ഹാപ്പിയായ കാര്യം കരിയറിൽ സംഭവിച്ചു. അപ്പം ഞാൻ വളരെ ഹാപ്പിയായി, കുറച്ച് ഒരു പ്രമോഷൻ കിട്ടി. സോ ഞാൻ അത് കഴിഞ്ഞ് ഒരു 1 ഇയർ കഴിഞ്ഞപ്പം അൾട്ടിമേറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കാരണങ്ങളല്ലാതെ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര സാഡായി. അപ്പം ഞാൻ അങ്ങനെ എനിക്കിത് ആരോട് എക്സ്പ്രസ് ചെയ്യുമ്പോഴും അവർ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, കരിയർ അല്ലേ, അടുത്തത് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നോട്. ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ ബുക്ക് കാണുന്നത്. ആ ബുക്ക് ഞാൻ അന്നെടുത്ത് വായിക്കുകയും ആ സമയത്ത് എനിക്ക് ഇതിൻ്റെ മലയാളം വെർഷൻ എൻ്റെ ഇരിക്കുന്നത്. ഈ വേർഡ് എനിക്ക് അറിയില്ല, മാനിഫെസ്റ്റേഷൻ ഒന്നും. ഞാൻ വെറുതെ ആ ബുക്ക് വായിക്കും, അതിൽ വിഷ്വലൈസേഷൻ അതാണ് അപ്ലൈ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് വായിച്ചു എഴുതിയെടുത്തു, അത് അപ്ലൈ ചെയ്തു കേട്ടോ. പിന്നെ ഞാനത് മറക്കുകയും ചെയ്തു. വിത്തിൻ എ വീക്ക് ഞങ്ങൾ CEO തിരിച്ചു വന്ന് പുള്ളി എനിക്ക് അതിലും അഡ്വാൻസ്ഡ് ആയ ഒരു പോസ്റ്റുമായിട്ടാണ് തരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും എൻ്റെ ബുക്ക് ആ ടേബിളിൽ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇതാണല്ലോ വായിച്ചിട്ട് അങ്ങനെ ആയെന്ന് കരുതി. സോ അന്ന് മുതൽ സീക്രട്ട് ബുക്ക് എൻ്റെ ഒരു ഹോളി ബുക്ക് പോലെ ഞാൻ കരുതി. ഞാൻ അതും കൊണ്ട് ഇങ്ങനെ നടക്കും, എവിടെയെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ തുറക്കും, അത് അപ്ലൈ ചെയ്യും. പക്ഷേ ഞാൻ പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നീട് ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കാണാൻ തുടങ്ങി. അപ്പോൾ യൂട്യൂബ് വീഡിയോസ് നമ്മൾ കാണുമ്പോഴാണ് ഈ വേർഡ് മാനിഫെസ്റ്റേഷൻ ആണ് ഇതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് റിലേറ്റഡ് ആയ വീഡിയോസ് വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കുറേ വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വീഡിയോസ് കാണാനുള്ളൊരു ഇതില്ല, കുറച്ച് കാണുമ്പോൾ ഞാൻ മടുക്കും.
എടുക്കും. സോ ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരാള് വളരെ കാമായ അറ്റ്മോസ്ഫിയർ കേട്ടോ. ഈ അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു എസ്തെറ്റിക് അറ്റ്മോസ്ഫിയറിൽ വന്നൊരു മനുഷ്യൻ വളരെ കാമായിട്ടിരുന്ന് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അപ്പൊ ഞാൻ ആ സൗണ്ടിനകത്തുള്ള ഒരു ഒരു സാറിന്റെ സൗണ്ടിന് ഭയങ്കര ഇതുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ അത് സൗണ്ട് കേട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ പറയുന്ന സിമ്പിളായ കാര്യമല്ല, വലിയ കാര്യങ്ങൾ, അതായത് മാനിഫെസ്റ്റേഷന്റെ ക്ലാസ് പറയുന്ന പലരും അവര് അതിനെ കുറച്ചുകൂടെ എന്താ പറയുക, ഹൈപ്പിട്ട് പറയുന്ന സ്ഥലത്ത് മാനിഫെസ്റ്റേഷൻ എന്ന വാക്കിനെ വളരെ സിംപ്ലിഫൈ ചെയ്ത് ഒരാള് വളരെ ഇങ്ങനെ സിമ്പിൾ ആയിട്ടിരുന്ന് പറയാണ്. ഞാൻ അറിയാതെ തന്നെ ആ വീഡിയോ ഫുള്ള് കണ്ടപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഈ വീഡിയോ ഫുൾ ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ കാണാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതാണ് ഞാൻ വിചാരിച്ച ഹിറ്റ് ചെയ്യുന്ന കാര്യമെന്ന്. കാരണം ബാക്കിയുള്ള ക്ലാസ്സിൽ അത് ആരുടെയും മിസ്റ്റേക്ക് അല്ല, എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ പാറ്റേൺ ആയിരുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ സിസ്റ്ററിനെ വിളിക്കുന്നു. അപ്പൊ സിസ്റ്ററോട് ഞാൻ ഇത് ഇങ്ങനെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഡേ ഏതോ ഒരു മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്യുന്നു. കാരണം എനിക്ക് പത്രത്തിൽ സാറിൻ്റെത് കേട്ടപ്പോൾ ഇപ്പം ഞാൻ മാറുന്നൊരു ഇതായല്ലോ. അങ്ങനെ മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ ഒരു 1000 പീപ്പിൾ ഉണ്ടായിരുന്നു. ഞാൻ ചാടി അതിൽ കയറി. ഇതുപോലൊരു ക്ലാസ്സാണ്, ഈവനിങ് ടൈമാണ്, 5 o'clock സംതിങ്. സോ 2 days കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതെനിക്ക് പറ്റില്ല. കാരണം എപ്പോഴും ചിരിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, മൈൻഡ് കൺട്രോൾ ചെയ്യുക, അതൊന്നും എനിക്ക് പറ്റില്ല. സോ ഞാൻ അതിന് ചാടി പുറത്തിറങ്ങി. അപ്പോൾ എൻ്റെ സിസ്റ്റർ എനിക്ക് സാറിൻ്റെ റെക്കോർഡ് ക്ലാസ് എടുത്തു തന്നു. റെക്കോർഡ് ക്ലാസ് ഞാൻ വളരെ കൃത്യമായി കേട്ടു. അപ്പം അവിടെ ഞാൻ ചെയ്തൊരു തെറ്റുണ്ട്. റെക്കോർഡ് ക്ലാസ് ഞാൻ സാറിൻ്റെ ഫസ്റ്റ് വീഡിയോ കേട്ടിട്ട് ഞാൻ ഒരു 10 ദിവസം കഴിയും. കാരണം സമയമില്ലെന്നുള്ളതാണല്ലോ എൻ്റെ എപ്പോഴത്തെയും കംപ്ലൈൻറ്റ്. 10 ദിവസം കഴിയും വീണ്ടും സാറിൻ്റെ സെക്കൻഡ് വീഡിയോ എടുക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവില്ല, ഞാൻ വീണ്ടും ഫസ്റ്റ് വീഡിയോ പോകും. സാറിൻ്റെ ആദ്യത്തെ 2 വീഡിയോകൾ എനിക്ക് കാണാപ്പാടാണ്, പക്ഷേ തേർഡ് വീഡിയോയിൽ എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്നാലും ഞാൻ കുറേയൊക്കെ മാറാൻ ശ്രമിച്ചു എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ആക്സിഡൻ്റലി സാറിൻ്റെ ക്ലാസ് കേൾക്കുകയും ഞാൻ തേർഡ് ഫേസിലേക്ക് കടക്കുകയും ചെയ്തു. ഈ തേർഡ് ഫേസിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് എന്തൊക്കെയോ ടെക്നിക്സ് അറിയാമായിരുന്നു എങ്കിലും എൻ്റെ ലൈഫിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. എനിക്ക് സീക്രട്ട് അറിയാം, ഞാൻ ആരുടെയൊക്കെയോ വീഡിയോസ് കേൾക്കുന്നുണ്ട്, എന്തൊക്കെയോ ചേഞ്ചസ് എനിക്ക് വരുന്നുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി മൈ ലൈഫ് വാസ് നോട്ട് ചേഞ്ച്ഡ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എൻ്റെ ഐഡന്റിറ്റി മാറിയിട്ടില്ല. ഞാൻ ഇന്ന് വരെ ഒരു ക്ലാസ്സിലും ഒരാളും നമ്മുടെ ഐഡന്റിറ്റിയാണ് മാറ്റേണ്ടെന്ന വാക്ക് ഞാൻ കേട്ടിട്ടില്ല. അവിടുന്ന് ഞാൻ വീണ്ടും അത് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. സാറ് പറഞ്ഞ കണക്ക് ഞാൻ കുറെ കൂടെ സ്റ്റുഡിയസ് ആയി. ഞാനൊരു കേസ് സ്റ്റഡി പോലെ ഇതിനെടുത്തു. ഞാൻ 2 പേരെ കമ്പയർ ചെയ്തു. എന്നെ തന്നെ ഒരാളെ കേസ് സ്റ്റഡി ആക്കി, വേറൊരാളെ കമ്പയർ ചെയ്തു. സോ അതെല്ലാം സാറ് പറഞ്ഞത് ഹെൽത്തി സെൽഫിഷ്നെസ് എന്ന വാക്കിന് ഇത്രയും മനോഹരമായിട്ട് വർണ്ണിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും സാറിന്റെ ക്ലാസ്സിലൂടെ അല്ലാതെ എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. പിന്നെ അവിടുന്ന് സാറ് പറഞ്ഞ എല്ലാ ടെക്നിക്സും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ സാറ് പറഞ്ഞ ഇന്നത്തെ ക്ലാസ്സും എനിക്ക് വലിയൊരു എനിക്ക് അതിനകത്തുള്ള റിയലൈസേഷൻ ആണ്. കാരണം എനിക്ക് പറ്റാറുണ്ട്, ഞാൻ ഇടയ്ക്കൊക്കെ ഡ്രെയിൻ ആയി പോയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ ഈവൻ മെനഞ്ഞാന്ന് 2 ദിവസത്തിന് മുന്നേ ഞാൻ ഭയങ്കര ഡ്രെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഒരു മാനിഫെസ്റ്റേഷൻ ഒരു കൺകെട്ട് വിദ്യയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്താലേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ എത്തണം എങ്കിൽ മാത്രമേ നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ കുറെ കൂടെ മൈൻഡ് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു എനിക്ക്. ഇത് എല്ലാ സാധാരണക്കാർക്കും ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്ന ക്ലാസ് ആണ് എന്ന് മനസ്സിലാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് ഈ ക്ലാസ് എനിക്കൊരു റിയലൈസേഷൻ ആണ്. ഞാൻ എന്തായിരുന്നു, എന്താണ്, എന്താകും എന്നും അതിനൊക്കെ ഒരു റീസൺ ഉണ്ടായിരുന്നു. ഞാൻ എന്തായിരുന്നു എന്നതിനൊരു റീസൺ ഉണ്ട്, ഞാൻ എന്താണ് എന്നതിനൊരു റീസൺ ഉണ്ട്. എനിക്ക് പർട്ടിക്കുലർലി പോകേണ്ട ഒരു പാത്തിലും ഒരു ക്ലാരിറ്റി ഉണ്ട്. അവിടെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു.